വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. രാവിലെ എണീറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ചായയും ഒരു 2 ദോശയൊക്കെ കഴിച്ച് ഗാർഡനിൽ വന്നിങ്ങനെ ഇരിക്കുകയായിരുന്നേ. ഇന്ന് ഇവിടെ ഏറ്റവും നല്ല വെതർ ഈ ഒരു സമ്മറിലൊരു ദിവസമാണ്. ഇന്ന് 28 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഓടാനും ചാടാനും സ്വിമ്മിങ്ങിനും ബോട്ടിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഭയങ്കര എനർജി ഉള്ളൊരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണു. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് നേരം അങ്ങനെ പുറത്ത് സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പാർക്ക് പോകാനൊന്നും സമയമില്ല കേട്ടോ. അതായത് ഈ ഒരു ദിവസം എന്നല്ല, കഴിഞ്ഞ ഏകദേശം ഒരു മാസമായിട്ട് ഞാനും വിഷ്ണു ചെറിയൊരു റോളർ കോസ്റ്റർ റൈഡിലാണ്. വീക്കെൻഡ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് വരാറുണ്ട്. വീക്ക് ഡേയ്സ് അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങും ഓൺലൈൻ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനും പിന്നെ ഫിക്സിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു മാസം കുറച്ച് തിരക്കായിരുന്നു. പുതിയ ഒരാളെ വെൽക്കം ചെയ്യാനുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഈ മാസം ഒട്ടും ലോങ് വീഡിയോ ഇടാത്തതെന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ലോങ് വീഡിയോസാണ് ഈ ഒരു മാസം ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കാരണമായിരുന്നു നമുക്ക് ഈ ഒരു നെസ്റ്റിംഗ് ഫേസിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് എനിക്കും വിഷ്ണുവിനും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തീർക്കാൻ ഉള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു നമ്മൾ. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള രീതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു ഫേസിൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായിരുന്നു കുറച്ച് പ്രിപ്പറേഷൻസ് വീട്ടിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ള ഒരു തിരക്കിലായത് കാരണം എനിക്ക് നല്ല ബിസി ആയിരുന്നു കഴിഞ്ഞ ഒരു മാസം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ പ്ലേറ്റ്സിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടയർഡ് ആവുമല്ലോ. അപ്പോൾ കുറച്ച് കാലത്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്ന് താഴ്ത്തി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു മാസം ലോങ് വീഡിയോസ് ഇടുന്നത് കുറച്ചൊന്ന് കുറയ്ക്കാം. കാരണം അതിൻ്റെ പിന്നിൽ നല്ല എഫേർട്ട് ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, തമ്മിൽ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കുറച്ചൊന്ന് കുറയ്ക്കാം ഞാൻ വിചാരിച്ചു. പക്ഷെ ഭയങ്കര കൺസേണിങ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫേസ് ആയത് കാരണം എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാഞ്ഞിട്ടാണോ ഞാൻ വീഡിയോ ഇടാത്തത്, എന്താ വീഡിയോ ഇടാത്തത്, വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കതൊക്കെ ഭയങ്കര സന്തോഷവും എനർജിയും ഒക്കെ തന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തൊട്ട് നമ്മൾ റെഗുലറായി വീഡിയോ ഇട്ട് തുടങ്ങുന്നതാണ്, വിശേഷങ്ങളിലൊക്കെ കൂടുതൽ പറയുന്നതാണ്. പിന്നെ കഴിഞ്ഞൊരു മാസത്തെ മെയിൻ പരിപാടി ഈ പറഞ്ഞതുപോലെ ബേബി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാ ഷോപ്പിങ്ങും ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഫൈനലി ഞാൻ എല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും എടുത്ത് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഇതൊന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് വിചാരിച്ചു. കാരണം നിങ്ങളുടെ കുറേ കമൻസും മെസ്സേജസും ഒക്കെ ഭയങ്കര എന്താ പറയുക, എൻ്റെ വിശേഷങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ ഇത് പറയാൻ ഞാൻ ബാധ്യസ്ഥയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, ചെമ്മീനാണ്. ചെമ്മീൻ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ എന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെമ്മീനായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ. ചെമ്മീൻ വെച്ചിട്ട് ബിരിയാണി നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചെമ്മീൻ ബിരിയാണി നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ചെമ്മീൻ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല വെച്ചാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. തല മാത്രമല്ല, തലയും കൂടെയുള്ള ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞാനിവിടെ മാർക്കറ്റിൽ പോയിട്ട് ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബേസിക് പ്രിപ്പറേഷൻ പരിപാടിയൊക്കെ ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കിനി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഷെറീറും വിനീതും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം നമ്മുടെ വാർഡ്രോബ് ഫിക്സ് ചെയ്യുന്നതിൽ കുറച്ച് വലിയ പോർഷൻസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സപ്പോർട്ട് വേണം. വിഷ്ണുവിന് എനിക്ക് മാത്രം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ പരിപാടികൾ ഇന്നൊരു ഹാഫ് ഡേ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കട്ടെ. എന്തായാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ അൻഷിഫിനോട് റോസിനോടും കൂടെ വരാൻ പറഞ്ഞു. റോസിനൊന്ന് വർക്കിംഗ് ആണ്, പക്ഷേ ബിരിയാണി വെച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു വരുന്നതിന് മുന്നേ നമുക്കൊരു 1.5 മണിക്കൂറിൽ ബിരിയാണി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇനി സമയം കളയണ്ട, ബാക്കി വിശേഷം പിന്നെ പറയാം. ഞാൻ വർത്താനം പറഞ്ഞു തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ എപ്പോഴും ഇൻട്രോ ഒരു വലിയ കാര്യമാണ്, കാരണം എനിക്ക് വർത്താനം പറയാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പോൾ എന്തായാലും ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അയൽവാസികളായി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം. കണ്ടോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വളർന്നെത്തിയിരിക്കുന്ന റോസുകൾ എത്ര എണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മിനിമം ഒരു 30 റോസ് ഉണ്ടാവില്ലേ? പൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ നട്ടൊരു റോസും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ
ഞാൻ ഇൻട്രോയ്ക്ക് പകരം കുറച്ചു നേരം മട്ടിരുന്ന് വർത്താനം പറഞ്ഞ് വെതർ എൻജോയ് ഒക്കെ ചെയ്തു. ഞാൻ ഉണ്ടാക്കാൻ പോവാം. ഐ എം കമ്മിങ്. നമ്മൾ രാവിലെ കുറച്ച് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. ഈ ദോശ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റവിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഡേയ് എൻ്റെ ദോശ ഭയങ്കര തിൻ ദോശയാണ്. ഞാൻ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ദോശ. പക്ഷെ എനിക്ക് ദോശ കഴിച്ചാൽ വയറെപ്പോഴും കുറച്ച് അപ്സെറ്റ് ആവും. എനിക്കൊരു ഉഴുന്നിൻ്റെ പ്രസൻസ് ആണ്. അതുകൊണ്ട് ദോശ തീറ്റ കുറച്ച് നിർത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വീണ്ടും വെട്ടി വിഴുങ്ങിയെന്ന് പറയാൻ പാടില്ല. അപ്പോൾ സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബിരിയാണി കുക്കിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കിച്ചൺ കുറച്ച് ക്ലീൻ ആണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നും. അല്ല കുറച്ച് കച്ചറയിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഉള്ളതിനൊക്കെ ഇരട്ടി കച്ചറയിട്ടാണ് കുക്ക് ചെയ്യുക. ഞാൻ ഇന്നലെ ചെമ്മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഹോഫ്ദോർപ്പന്നെയുള്ള ഒരു മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇത് വെള്ളിയാഴ്ചകളിൽ മാത്രമുള്ളൊരു മാർക്കറ്റാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങി ഏകദേശം വൈകുന്നേരം 4:30 ആകുമ്പോഴേക്ക് ചില കടകളൊക്കെ അടച്ചു തുടങ്ങും. 5 മണി വരെ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ക്ലോത്ത്സും മീറ്റും അതേപോലെ ചീസും എല്ലാ സംഗതിയും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. റേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഇവിടെയുണ്ട്. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷും മീറ്റും ഒക്കെ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ എംബോയിൽ വന്നു. എംബോ എന്ന് പറയുന്നത് ആൽബർട്ടൈനിൻ്റെ ഒരു കോമ്പറ്റേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഉള്ളിയും മല്ലിച്ചപ്പും പുതിനയിലയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും കൂടെ വാങ്ങിച്ച് ഇന്നലത്തെ നമ്മുടെ ബിരിയാണിയുടെ ബേസിക് ഷോപ്പിംഗ് തീർത്തു. ഇന്ന് നമുക്ക് കുറച്ചൊരു പ്രിപ്പറേഷൻ പരിപാടിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കൽ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയി ബാക്കി പരിപാടി അവിടുന്ന് നോക്കാം. അപ്പോൾ അധികം സമയം കളയാൻ നമുക്ക് പരിപാടി തുടങ്ങാം. ഇപ്പൊ സമയം 5:15. നമുക്കൊരു 6 മണി 6:15 വരെയാണ് സമയമുള്ളൂ. അപ്പൊ കുറച്ച് പ്രിപ്പറേഷൻസ് ഒന്ന് തീർത്ത് വെക്കാം. എല്ലാം കൂടെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ബിരിയാണി ആക്കാൻ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് ടയർഡായാലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ചെമ്മീനുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ്, മിന്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ബിരിയാണിക്ക് ആവശ്യമുള്ള നേരത്തെ നമ്മൾ എടുത്തല്ലോ, അതെല്ലാം ഉണ്ട്. അപ്പൊ ഒരു ബേസിക് പ്രിപ്പറേഷൻസ് ഇല്ലേ, വെളുത്തുള്ളി നന്നാക്കി വെക്കാം, ഇഞ്ചി നന്നാക്കി വെക്കാം, തക്കാളി നമുക്ക് അരിഞ്ഞു വെക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ചെമ്മീൻ തോടൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിക്ക് വെക്കാം. തലയോടൊക്കെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം തലയ്ക്ക് എപ്പോഴും എനിക്ക് പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നു. എനിക്ക് ചെമ്മീൻ ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക് ചെമ്മീനെ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഒരു ലിമിറ്റിൽ എപ്പോഴും ഞാൻ ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാലൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ വിത്ത് തല ചെമ്മീൻ എപ്പോഴും ടേസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തലയും കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെമ്മീൻ നന്നാക്കൽ പകുതിയായിരിക്കുകയാണ്. നല്ല മെനക്കെട്ട പണി കേട്ടോ, എളുപ്പമല്ലത്. ഇഷ്ടമാണ് വേണമെങ്കിൽ ചെയ്യൊക്കെ ചെയ്യാം. ഇഷ്ടം RCB അറിയില്ലേ ഫൈനലില് പുളകിതനാണോ? പുളകിതനാണ് ഫൈനല് കാണണം. സത്യം പറഞ്ഞാൽ ഞാനിത് 2ാമത്തെ തവണയാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത്. ഒരു തവണ നേരത്തെ പറഞ്ഞതുപോലെ റോസ് ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മീറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ, ഫിഷ് ഒന്നും ഞാൻ പച്ചയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വളരെ കുറവാണെന്നല്ല, ക്ലീൻ ചെയ്യാറില്ല. അതിനൊരു ആവശ്യം അങ്ങനെ വരാത്തത് കൊണ്ടാട്ടോ. അധികം വിഷ്ണുവാണ് ചെയ്യാറ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതുവോ ഗീതുവോ ആരെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ കൂടുതൽ കുക്കിംഗ് പരിപാടിയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ചെമ്മീൻ വന്നപ്പോഴേ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആർക്കും അത് ക്ലീൻ ചെയ്യാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ ആവശ്യം വന്നപ്പോൾ കണ്ടോ നമ്മൾ തന്നെ ക്ലീനിങ് പഠിച്ചതും തുടങ്ങിയതും. പിന്നെ ഈ ഒരു ചോര ഈ ചെമ്മീനിന് വല്ലാതെ ഇല്ലാത്തത് കാരണം ആ ഒരു പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ്ണുവോടെ IPL കാണുന്നുണ്ട്. എന്നാലും ഞാൻ പാട്ട് കേൾക്കുന്ന വലിയ ഡിസ്റ്റർബൻസ് അല്ല എന്ന് പറഞ്ഞത് കാരണം പാട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ ഞാനിങ്ങനെ ഡിന്നർ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യം കുക്കിങ്ങൊക്കെ ചെയ്യില്ലേ, ആ സമയത്ത് എനിക്ക് ഈ ഫ്ലോറിൽ ഇങ്ങനെ ആരും ഇല്ലാതെ ഞാൻ മാത്രം പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക, അരിയുക എന്നുള്ളതൊക്കെ എൻ്റെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടൈമാണ്. എനിക്കൊരു ഭയങ്കര മീ ടൈം പോലെയൊക്കെ തോന്നുന്നത്. ബേസിക്കലി എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇങ്ങനത്തെ വലിയ വലിയ ഡിഷസ് അല്ല കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഇല്ലേ, ഇപ്പോൾ കട്ട്ലറ്റ്, സമോസ, കല്ലുമ്മക്കായ നിറച്ചത്, അങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നാളത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് കട്ടിംഗ് പരിപാടിയെല്ലാം തീർത്തു. വിഷ്ണുദേ ക്ലീനിങ് പരിപാടിയെല്ലാം തീർത്തു. ഇനി നാളെ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ പച്ചക്കറി അരിയൽ പരിപാടി തീർന്നു. തക്കാളി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ജിഞ്ചർ ഗാർലിക്, പച്ചമുളക് നമ്മളിതേ മുറിച്ചൊരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പുതിന ചട്നി ഇല്ലേ, അതാണ് ഒരു പാത്രത്തിൽ. നാളെ തേങ്ങയും കൂടെ ഇട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ 2 ടൈപ്പ് ഓഫ് സാലഡിന് വേണ്ടിയിട്ട്, ഒന്ന് കച്ചമ്പറും പിന്നെ ഒന്ന് നമ്മുടെ യോഗേർട്ട് വെച്ചിട്ടുള്ള സാലഡും.
പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ ടിഷ്യൂ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക മല്ലിയിലയും പുതിന ഇലയും കൂടെ വെച്ചു. ഇനി ഇതെല്ലാം ഭദ്രമായി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നാളെ പുറത്തിറക്കി നമുക്ക് ബിരിയാണി പരിപാടി തുടങ്ങാം. ഇന്ന് രാത്രി ഒരു 7:30-8 മണിയാകുമ്പോൾ നമ്മൾ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. ബാക്കി നാളെ കാണാം കേട്ടോ. വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് പരിതാപകരമാണ്. എല്ലാ റൂമിലും ഇങ്ങനെ കുറേ കാർഡ്ബോർഡ്സ് ഉണ്ട്. കാരണം വാർഡ്രോബ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ, പിന്നെ ആമസോണിൽ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളുടെ ഒക്കെ ബോക്സസ് വിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഈവനിങ് നമുക്കിതെല്ലാം ഒന്ന് കൊണ്ടക്കളയാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ഞാൻ സമയം കളയാതെ ഞാൻ കുക്കിങ്ങിലോട്ട് കിടക്കട്ടെ. ബാക്കിൽ ഡിഷ് ഓടുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ്. ഞാൻ പറഞ്ഞില്ല ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു എന്ന്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് എടുത്ത് പുറത്ത് വെക്കാം. ഞാൻ എല്ലാം വേറെ വേറെ കണ്ടെയ്നറിൽ ഇന്നലെ നിങ്ങൾ കണ്ടതുപോലെ ആക്കി വെച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് കുറച്ച് ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടെ ഒന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കൽ പൊതുവേ കുറച്ച് ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. അപ്പോൾ റോസിനൊക്കെ ജോലിക്ക് പോകണോണ്ട് സമയത്ത് ഞാൻ തീർക്കില്ല എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചത്. ചെമ്മീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നേ, പക്ഷെ ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് സെറ്റായിട്ടില്ല. പുള്ളി കുറച്ചു നേരം കൂടെ ഇവിടെ കിടക്കട്ടെ. ഞാൻ പോയി നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാം. മസാല ആക്കുന്നതിന് മുന്നേ നമുക്ക് അരിയും കൂടെ ഒക്കെ ഒന്ന് കഴുകി അരി വേവിക്കാൻ വെക്കാം കേട്ടോ. ഈ പരിപാടി ഞാൻ എല്ലാ പ്രാവശ്യവും മറക്കുന്നതാണ്. ഇത്തവണ ആദ്യം ചെയ്യാം. നമുക്കൊന്ന് കുക്കറിൽ അരി വെക്കേ. എല്ലാ തവണയും ഞാൻ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അരി വെക്കാറ്. പക്ഷെ അത് അധികം എനിക്ക് ഭയങ്കര ടൈം ലേറ്റ് ആവുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ആദ്യം നമുക്ക് അരി വെക്കാം. നമ്മൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പാണ് കണക്ക്. സാധാരണ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അൻഷിഫയുടെ നിന്ന് പഠിച്ചത് കേട്ടോ. അത് എളുപ്പമാണ്. നമുക്ക് വിസിലിടാതെ ഒരു 8-9 മിനിറ്റിൽ നമ്മുടെ അരി കുക്കറിൽ റെഡിയാവും. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ബിരിയാണി റൈസാണ് കേട്ടോ. മറ്റേ കുക്കറിലും അരി തന്നെയാണ്. മൊത്തം 5 കപ്പ് വെക്കേണ്ടതുകൊണ്ട് ഞാൻ 3 കപ്പ് കുറച്ച് വലിയ കുക്കറിലും കുഴയാതിരിക്കാൻ വേണ്ടി ബാക്കി 2 ചെറുതിലും വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുക്കറിൽ നമ്മൾ സൺഫ്ലവർ ഓയിലും നെയ്യും ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട സ്പൈസസ്, മറ്റേ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീവ്സ് അതൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു മണം വരുമല്ലോ അതൊക്കെ ഒന്ന് ചൂടായതിൻ്റെ, അതിലോട്ട് നമ്മുടെ അരി നമ്മൾ കഴുകിയത് ഇടുക. കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുക. ഭയങ്കര ഇങ്ങനെ വറവറ കടിക്കേണ്ട അവസ്ഥയൊന്നും ആവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. അതിനുശേഷം 1 കപ്പിന് 1.5 കപ്പാണ് ഞാനിപ്പോൾ എടുത്തത്. പക്ഷെ അതിവിടെ കുറച്ച് കുറവായിരുന്നു. ഈ അരിക്ക് കുറച്ചും കൂടെ വേവ് കൂടുതലുണ്ട് തോന്നുന്നു. അതുകൊണ്ട് 1.25 കപ്പ് എടുത്ത് ഉപ്പും നാരങ്ങയും വേണമെങ്കിൽ പിഴിയാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 8-9 മിനിറ്റ് വേവിക്കുക. ഓൾമോസ്റ്റ് ഇങ്ങനെ നല്ലോണം വെന്താൽ മതി. കാരണം ബാക്കി നമ്മൾ ദമ്മിട്ടിട്ട് വേവിക്കുമല്ലോ. ഇന്നലെ ബാക്കി എല്ലാ പച്ചക്കറി അരിഞ്ഞു വെച്ചിരുന്നെങ്കിലും നമുക്ക് വറക്കാനുള്ള ഉള്ളി ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ട് അരിയാതെ വിചാരിച്ച്. പിന്നെ ഈ ഒരു സംഗതി കൊള്ളാട്ടത് പ്രീതി സോഡിയാക്കിൻ്റെ ഒരു മിക്സർ ഗ്രൈൻഡറാണ്. ഇത് ഞാൻ ഏകദേശം 1.5-2 കൊല്ലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തോന്നുന്നു. നമ്മുടെ അരി ഇതേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ബിരിയാണി എക്സ്പേർട്ട് ഇവിടെ തന്നെ ഉള്ളത് കാരണം അരിയുടെ വേവ് കറക്റ്റ് അല്ലേ എന്ന് പുള്ളീനെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക കേട്ടോ നമുക്ക്. അരി വെന്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിലൊരു കൊട്ട് കേട്ടോ, അത് വിഷ്ണുവിൻ്റെയാണേ. വിഷ്ണുവിൻ്റെ ഇതേ വരെ ആരും അറിയാതെ പോയൊരു ടാലൻ്റാണ്. വിഷ്ണുവിന് നല്ല അടിപൊളിയായിട്ട് കൊട്ടാൻ പറ്റും. ചുമ്മാ ടേബിളിലൊക്കെ കൊട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ട് കിടിലുമായിട്ട് കൊട്ടും. പുള്ളി പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ നിർബന്ധിക്കൂട്ടോ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊട്ട്. പക്ഷെ ഇപ്പോൾ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അരി അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. പക്ഷെ ഒരു പൊടിക്കും കൂടെ വേവാവാം. നമ്മളത് ദമ്മിടുമ്പോൾ വേവിക്കാന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ അരി പരിപാടി കഴിഞ്ഞു. നമുക്ക് ചെമ്മീനായതുകൊണ്ട് അധികം കുക്കിംഗ് ടൈം വരാനുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ളി നമുക്കൊന്ന് വറുത്തെടുക്കാം. കാരണം ഇതിൽ നമ്മൾ വറുത്ത ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് ആദ്യം വറുത്തെടുക്കട്ടെ. ഈ സവാള ഇങ്ങനെ വറുത്ത് വരുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ, കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട്. ഞാനിങ്ങനെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ചെറിയ ഒരു മധുരം കൂടെ വരും. അത് മസാലയ്ക്ക് ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. സവാളയൊക്കെ ഒന്ന് വറുത്ത് റെഡിയായി വരുമ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ ബിരിയാണിയായിട്ട് വലിയ ബന്ധമില്ലാത്ത എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു ചെറിയ കാര്യം ഒന്ന് പറയട്ടെ. ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ താഴെയും അതേപോലെ മെസ്സേജും ഒക്കെ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചിട്ടുള്ള കമൻസും മെസ്സേജസും ഒക്കെ വരാറുണ്ട്. അത് നല്ല പോസിറ്റീവായിട്ട് ഈ ഒരു ചേഞ്ച് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജസ് ഉണ്ടാവാറുണ്ട്. ചില മെസ്സേജസ് നമുക്ക് കേട്ടാൽ അത്ര സുഖം തോന്നാത്ത, നമ്മളെ കുറച്ചൊന്ന് തളർത്താൻ ട്രൈ ചെയ്യുന്ന രീതിയിലുള്ള കമൻസും മെസ്സേജസും ഉണ്ടാവാറുണ്ട്. പോസിറ്റീവ് എൻകറേജിങ് ആയിട്ടുള്ള കമൻസ് കാണുമ്പോൾ നല്ലൊരു മോട്ടിവേഷനും എനർജിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാറ്റം, അമ്മയാവുക എന്നുള്ള മാറ്റത്തെ വളരെ പേടിയോടുകൂടെ നോക്കി കാണാൻ വേണ്ടി നിർബന്ധിക്കുന്ന രീതിയിലുള്ള കമൻസ് കാണുമ്പോൾ സത്യം
സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പേടിയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു വികാരമോ ഒന്നും തോന്നാറില്ല കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഒരു കാര്യമാണേ. എൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്നൊരു മാറ്റം ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായൊരു ചേഞ്ചൊന്നുമല്ല. സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോകുന്നതും കോളേജ് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പോകുന്നതും ആ ജോലി ഒരു സുപ്രഭാതത്തിൽ വേണ്ടാന്ന് വെച്ച് വീട്ടിലൊന്നും ചെയ്യാനില്ലാതെ ആൾക്കാരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നതും അത് കഴിഞ്ഞ് ടിക്ടോക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നതും പിന്നെ വീണ്ടും പഠിക്കാൻ പോകുന്നതും കല്യാണം കഴിഞ്ഞ് വേറൊരു കൺട്രിയിൽ വന്നതും ഇവിടെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ടെക്നിക്കൽ ജോലിക്ക് പോകുന്നതും ആ ജോലി വേണ്ടാന്ന് വെച്ച് വീണ്ടും പ്രൊഫഷൻ സ്വിച്ച് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുള്ളതുപോലെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാ മാറ്റങ്ങളിലും രണ്ട് രീതിയിൽ എന്നോട് സംസാരിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ പോസിറ്റീവായി മാറ്റങ്ങളെ നോക്കിക്കാണാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും, മറ്റൊന്ന് മാറ്റങ്ങളെ പേടിയോട് കാണാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ആൾക്കാരും. പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇനി തൊട്ട് ഫ്രീ ടൈം ഒന്നുമില്ല, ഇനിയാണ് പ്രാരാബ്ദം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി പോകുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ അടിച്ചുപൊളിയും ടിക്ടോക്കും വീഡിയോ എടുക്കലും ഒന്നുമില്ല, ഇനി ഭർത്താവ് പറയുന്നത് പോലെ കേട്ട് ജീവിക്കേണ്ടി വരും. അങ്ങനെ മാറ്റങ്ങളെ പേടിയോടുകൂടെ കാണാൻ വേണ്ടി നിർബന്ധിക്കുന്ന കുറേ കമൻസ് നിങ്ങളെല്ലാവരും കേൾക്കുന്നത് പോലെ ഈ ഒരു കമൻറ്റ് സെഷനിലൂടെയും നേരിട്ടും ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഈ മാറ്റങ്ങളുടെയൊക്കെ ഒരു വലുപ്പം ചെറുപ്പമൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും എല്ലാവരെയും പോലെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന ഒരാളാണ് ഞാനും. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും തോന്നിയേക്കാം ഇത്ര കാലം ഉണ്ടായ മാറ്റം പോലെയൊന്നും അല്ല, നമ്മളൊരു അമ്മയാവുക അല്ലെങ്കിൽ നമ്മളൊരു അച്ഛനാവുക, ഒരു പേരൻസ് ആവുക, ഒരു ബിഗർ ഫാമിലിയിലോട്ട് പോകുക എന്നുള്ളത് ഇത്രയും കാലം വന്നൊരു മാറ്റം പോലെയല്ല, അത് വലിയൊരു മാറ്റമാണ് എന്നുള്ളതൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായേക്കാം. ടോട്ടലി ഫൈൻ, ഞാനത് അംഗീകരിക്കുന്നു. അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. ചെറിയ മാറ്റമാണെങ്കിലും വലിയ മാറ്റമാണെങ്കിലും ചേഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ വേർഡാണ്. നമ്മൾ ഇന്നലെ വരെ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ നാളെ തൊട്ട് ചെയ്യേണ്ടത്. ഈ മാറ്റങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്, ഞാൻ എന്നൊരു മാറ്റത്തിന് റെഡിയാക്കാറുണ്ട്. ഇപ്പം വരുന്ന മാറ്റവും ഞാനും വിഷ്ണുവും ഒരുപാട് ആഗ്രഹിച്ച ജീവിതത്തിൽ വന്നൊരു മാറ്റമാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തിൽ നെഗറ്റീവ് കാര്യങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് പലതും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും കൂടുതൽ എന്തൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസാണ് ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് ആലോചിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഒരു പുതിയൊരു ലൈഫ് വരിക, നമ്മൾ രണ്ടുപേരും കൂടെ പേരൻറ്റ് ചെയ്യുക, നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ രണ്ടുപേരും ചെയ്യും, കാരണം ഇതൊരു ജേണിയാണ്. അതെല്ലാം റെക്ടിഫൈ ചെയ്തും കറക്റ്റ് ചെയ്തും മുന്നോട്ട് പോവുക. അങ്ങനെ അതൊരു എക്സൈറ്റിംഗ് ജേണി ആയിട്ടാണ് നമ്മൾ രണ്ടുപേരും നോക്കിക്കാണുന്നത്. ഇപ്പോൾ കുറച്ച് പേർക്ക് തോന്നിയേക്കാം ഇപ്പം പറയുന്ന പോലെയൊന്നുമല്ല, കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമോ എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്നുള്ളത്. ഞാനത് സമ്മതിക്കുന്നു. ഞാൻ ടോട്ടലി അവെയറാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ലൈഫിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഇന്നലെ വാട്ട് ഐ ലോസ്റ്റ് എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും എനിക്കെപ്പോഴും നന്നായിട്ട് തോന്നാറ് നാളത്തെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ബെറ്ററായി കൂടുതൽ നല്ല പ്ലാനിങ്ങോട് കൂടെ വേണ്ട കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഒരു മദർ ആവുക എന്ന് പറയുമ്പോഴും എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ചിലപ്പോൾ ഞാൻ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ് ഞാൻ ഈ ഒരു ഫേസിൽ ഇപ്പോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടും തോന്നിയേക്കാം. ഇതിപ്പോൾ ഞാനൊരു തത്വമൊന്നും അല്ല കേട്ടോ പറഞ്ഞത്, എനിക്ക് ഹൗ ഐ ലുക്ക് അറ്റ് തിങ്സ് എന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് തോന്നിയ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഒപ്പം നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിച്ചോ ആഗ്രഹിക്കാതെയോ വരുന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ ആ അവസരങ്ങളിലൊക്കെ നല്ല പോസിറ്റീവായിട്ട് അവർക്ക് ആ ചേഞ്ചസിനെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ നീ തീർന്നു, നിൻ്റെ ജീവിതം മാറി, നിനക്ക് ഇനി തൊട്ടിട്ട് മുന്നത്തെ പോലെയല്ല, അങ്ങനെ അവർക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ശത്രുവൊന്നും അല്ലല്ലോ ആരും. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെയും നമ്മുടെയും ചുറ്റും നമ്മളൊരു നെഗറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കൂടുതൽ ശക്തമായി നമ്മുടെ ബിരിയാണിയിലോട്ട് തിരിച്ചു വരാം. മസാല ഈ ഒരു ബിരിയാണി ചെമ്പിൽ ഉണ്ടാക്കാം. ഈ ഒരു ബിരിയാണി ചെമ്പ് ഷെറീറിന്റെ ആണ് കേട്ടോ. ഞാൻ രാവിലെ വരുമ്പോൾ അതും കൂടെ ഒന്ന് കാറിലെടുത്ത് വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും നാട്ടിൽ നിന്ന് ഒരു ബിരിയാണി ചെമ്പ് കൊടുന്നായിരുന്നു, പക്ഷെ ഞാൻ കൊറിയർ ചെയ്യാ ചെയ്തേ. പക്ഷെ കൊറിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഞെളിങ്ങിപ്പോയി. കാരണം അത് മാത്രമായിരുന്നു ആ ഒരു പെട്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഫുൾ ഞെളിങ്ങി, ഉള്ളിലിട്ടിരുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ച് സ്ക്രാച്ച് വന്ന് സൈഡിൽ ഫുൾ സ്ക്രാച്ച് ആയി. അപ്പൊ അത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോ ബിരിയാണി ചെമ്പിന്റെ അകത്ത് ഡ്രസ്സോ അന്ന് അൻഷിഫ പോയപ്പോ, അൻഷിഫ വന്ന ദിവസം ഇവിടുന്ന് എന്റെ രണ്ട് ഡ്രസ്സ് ഇട്ടായിരുന്നു. ചിലപ്പോ ആയിരിക്കും കേട്ടോ. അപ്പോ ഇതിൽ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് തന്നെ നമുക്ക് ചോറിടാം. ആ പരിപാടിയും കൂടെ ഉള്ളൂ. എന്നാൽ നമ്മുടെ ബിരിയാണി പരിപാടി ഏകദേശം ഇവിടെ തീർക്കും. എന്നാൽ ഇനി നമുക്ക് ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഇത് നമ്മുടെ റെഡി ബൂം ബാങ് റെസിപ്പിയാണ്. ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ എൻ്റെ വകയും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലും നെയ്യും ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുക.
പിന്നെ ചെമ്മീനായത് കാരണം പുള്ളി പറഞ്ഞതുപോലെ നമ്മൾ എക്സ്ട്രാ കുറച്ച് അജ്വൈനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്ന് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്യണം. ബാക്കി തക്കാളിയും പിന്നെ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടെ നേരത്തെ നമ്മൾ ചതച്ചെടുത്തില്ലേ, അതും കൂടെ ഈ ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴാണ് നമ്മളിനി നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ സവാളയില്ലേ, അതും കൂടെ ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഈ ബിരിയാണിയുടെ കഷ്ണങ്ങളൊക്കെ ആരെങ്കിലും അരിഞ്ഞു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു ഇന്നലെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ. പിന്നെ ഞാൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ വീഡിയോ കാണുന്ന പകുതിയിലധികം ആൾക്കാരും ബിരിയാണി എക്സ്പേർട്സ് ആയിരിക്കും. എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. സ്റ്റീവ് എത്തിയോ? ഹലോ, ഈ ഡ്രസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം കണ്ടിട്ടുണ്ടോ? നീ എന്നോട് ഇടാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഡ്രസ്സ്? പ്രഗ്നൻസി ലെഗിൻസ്. സ്റ്റീവ്, ഓ ഡാഡീനെ കണ്ടതാണോ? നല്ല മണുണ്ടല്ലോ. നല്ലാണോ? നല്ല വേണ്ടി വരുന്നു. ആ സൈഡിൽ എന്റെ മറ്റേ ബ്ലോഗിങ്ങിന്റെ എക്യുപ്മെന്റ്സ് പോവും. എല്ലാം അയക്കിയ ഫുൾ അയക്കിയ. നല്ല രസമുണ്ട്. ഇതിലോട്ട് കാര്യമായ മസാലകളൊന്നും ഇടുന്നില്ല കേട്ടോ. ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാലയും, പിന്നെന്തായിരുന്നു ചെമ്മീൻ ഇടണം, പിന്നെന്തായിരുന്നു ഒരു സാധനം കൂടെ, സാഫ്രോൺ. അത് ഇതില് തന്നെയാ മസാല തന്നെയാ ചെയ്യുന്നേ. മസാല തന്നെയാണ് പുള്ളി ഇടുന്നത്. നമ്മള് ബൂംബാം റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇത് ഒരു തവണ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഇന്ന് ഹിറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഓരോ ദിവസത്തെ ബിരിയാണി ഓരോ പോലെ ഇരിക്കുമല്ലോ. എണ്ണയും തക്കാളിയും നല്ലോണം വയന്റ് ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം. എന്നിട്ടാണ് ഇനി നമ്മൾ ഇതിലോട്ട് സാഫ്രൺ ആഡ് ചെയ്യുന്നത്. ഇവിടെ ആൽബർട്ടൈനിൽ നമുക്ക് സാഫ്രൺ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ എന്താണ് ഇതൊരു കാര്യം, എനിക്കിന്ന് രാവിലെ തൊട്ടിട്ട് ഒരു സാധനം എടുക്കാൻ കിട്ടുന്നതാണ് ആൽബർട്ടൈനിൽ സാഫ്രൺ. ഇത് കാണുമ്പോൾ മറ്റേ കുപ്പികളിൽ നമ്മൾ വൈറസ് ഒക്കെ ഇങ്ങനെ സിനിമയിൽ കണ്ടിരിക്കാൻ വേണ്ടിട്ട് അതുപോലെ ഓർമ്മ ഇത്ര സാഫ്രൺ. പക്ഷെ അത് നല്ലതാട്ടോ. നീ വാങ്ങിയിട്ടത്? ഞാൻ ആ മറ്റേ പുഡിങ്ങിലൊക്കെ ഡ്രസ്സിലൊക്കെ ആഡ് ചെയ്യാൻ ഇതാ വാങ്ങണേ. നമ്മുടെ രാവിലത്തെ ചായ ഉണ്ടാക്കല് നമ്മുടെ സാധാ പാല് തീർന്നു പോയി കേട്ടോ. ഓട്ട് മിൽക്ക് മാത്രമേ ഇവിടെ ഫ്രിഡ്ജിലുള്ളൂ. അതുകൊണ്ട് അത് വെച്ച് നമുക്ക് സാഫ്രോൺ മിക്സ് ചെയ്യാം. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തീരും പറയാം കേട്ടോ. ഇനി നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പേരിനെ കുറച്ച് ഇത് വീട്ടിൽ പൊടിച്ചൊന്നല്ല കേട്ടോ, എനിക്ക് വയ്യനെ അതൊന്നും. അത് ഞാൻ ആദ്യം വിചാരിച്ചൊന്ന് ചെയ്യാന്ന്. നീ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടോ? റെഡിമെയ്ഡ് വാങ്ങിക്കുള്ളൂ. എസ്തെറ്റിക് റോസ് ഇറങ്ങിയിട്ടുണ്ട്. ആ സൈഡിലെ കാർഡ്ബോർഡുകൾ പ്രശ്നമുണ്ടോ? ടേബിൾ ക്ലീൻ ചെയ്ത് ഇനി ചമ്മന്തിയും മുട്ടയും എല്ലാം ടേബിളിൽ നല്ല ഭംഗിയിലിരിക്കുന്നതാണ്. മെഴുകുതിരി എത്തിക്കണം. ഇത് മറ്റേ ഇന്നാളെ ഗീത് പറയായിരുന്നു, റോസിന് അങ്ങനെ റോസിന്റെ വീട്ടിൽ ചെയ്യണമെന്നൊന്നുമില്ല. ഏത് വീടായാലും കഴിക്കുന്നതിന്റെ മുന്നേ എസ്തെറ്റിക് റെഡിയാക്കും. പിന്നെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കാത്ത പോലെ. നമ്മളൊരു പൊറോട്ടയും മീൻകറിയും കഴിക്കുകയാണെങ്കിൽ അപ്പം കത്തിക്കും മെഴുകുതിരി. നമുക്കിനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. പിന്നെ നമുക്ക് ഇപ്പം പൊടിച്ച കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം കേട്ടോ. ഈ ഒരു ചെമ്മീൻ്റെ ഒപ്പം കുരുമുളകിൻ്റെ ഒരു ചെറിയ കുത്ത് അല്ലെങ്കിൽ എരിവ് ഭയങ്കര ടേസ്റ്റാണ്. ചെമ്മീനിന് വേവ് ഭയങ്കര കുറവായത് കാരണം കുറച്ച് നേരം മാത്രം നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഇതിന് ശേഷം നമ്മളിനി ദമ്മിടും കൂടെ ചെയ്യില്ലേ, അപ്പോൾ ആ ആവിയിൽ ഇരുന്നിട്ടും കൂടെ ഇത് വെന്തോളും. പിന്നെ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറേ റെസിപ്പിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിലോട്ട് തന്നെ വെള്ളം ഒഴിച്ച്, നമ്മൾ അളവിന് വെള്ളം ഒഴിച്ച് അരിയും കൂടെ ഇട്ട് വേവിച്ചെടുക്കുന്നത്. ഞാനത് ട്രൈ ചെയ്തപ്പോൾ എനിക്കത് ഫ്ലോപ്പായി കേട്ടോ. കാരണം ചിലവർക്കത് ശരിയാവും, ചിലവർക്കത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ ചിക്കൻ ദമ്മിടുന്നത് പോലെ തന്നെ ഞാൻ ചെമ്മീനും ദമ്മിട്ടിട്ട് തന്നെയാണ് എടുക്കാറ്. Oh yeah. Oh yeah. ഇന്ന് സേവില്ല. ഹലോ. Oh yeah. സാധനം വെച്ചാൽ മതി. ഞാൻ എടുക്കണോ? സിമ്പിൾ അല്ലേ? പക്ഷെ ഫസ്റ്റ് ടൈം നമ്മളിവിടെ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ബിരിയാണി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കണല്ലോ. അപ്പൊ ഞാൻ പഠിച്ചെഴുതാൻ അങ്ങനെ റെസിപ്പി ഒക്കെ നോക്കി ഉണ്ടാക്കുക. കുറച്ച് ഇടണോ? നെയ്യ് വേണ്ട തോന്നുന്നു. മല്ലിച്ചപ്പ്. അപ്പൊ ദമ്മിടാൻ നേരത്തെ വിഷ്ണു ജോലിയുടെ ഇടയിൽ അങ്ങനെ പറയും, ദമ്മിടാൻ വിളിക്കണം പൊട്ടിക്കാനും കാണാൻ.
അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ദമ്മിടാൻ വേണ്ടി ഒരുപാട് സംഗതികളൊന്നും ഡെക്കറേഷൻ ഇല്ല കേട്ടോ. മല്ലിച്ചപ്പും പൊതീനയും പിന്നെ അതേപോലെ ഗരം മസാലയും കുറച്ച് നെയ്യും മാത്രമേ ഇടുന്നുള്ളൂ. സവാള വറുത്തത് മൊത്തം നമ്മൾ മസാലയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാഷ്യൂ മുന്തിരി ഞാൻ വാങ്ങിക്കാൻ മറന്നു. ഈ അരിയുടെ വേവേ കുറച്ചൊരു പൊടിക്ക് കുറവാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നമ്മൾ അരി ഒന്ന് നല്ലോണം ആഞ്ഞ് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി പുള്ളി ഇവിടെ ഇരിക്കട്ടെ ഏകദേശം ഒരു അരമണിക്കൂർ. അതിനുശേഷം നമുക്ക് ദം പൊട്ടിക്കാം. സാധനം ഓർഡർ ചെയ്യുന്നതും വരുന്നതും ഫിക്സ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ എപ്പോഴും ഇവിടെ വേസ്റ്റ് കളയണമെന്നുണ്ടെങ്കിൽ പേപ്പറും കാർഡ്ബോർഡും പ്ലാസ്റ്റിക്കും ക്ലോത്ത്സും ഒക്കെ വേറെ വേറെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു 3 കണ്ടെയ്നർ ഉണ്ടായിരിക്കേ. അതിൽ നമ്മൾ കിച്ചൺ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ വേറെ വേറെയാണ് ഇടുക. ആഴ്ചയിൽ ഒരിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ അത് പിക്ക് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ ഒരു കണ്ടെയ്നറിൽ കൊള്ളുന്നത്ര വേസ്റ്റ് മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഒരു കണ്ടെയ്നർ അല്ല, ഏകദേശം 2-3 കണ്ടെയ്നറിൽ എടുത്താലും തീരില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, ഒന്നെങ്കിൽ നമുക്കിവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാം. അങ്ങനത്തെ അപ്പോയിൻമെൻറ്റ് നമുക്ക് വർഷത്തിൽ 2 എണ്ണം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ വന്ന് കുറേ വേസ്റ്റ് ഉണ്ടെങ്കിൽ അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേസ്റ്റ് കൊണ്ട് ഇടാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ വേറെ വേറെ സെക്ഷൻസ് ആക്കിയിട്ട് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് അത് കൊണ്ടുപോയി ഡംപ് ചെയ്യാം. അത് ഈവനിങ് 4 മണി വരെയാണ് ഓപ്പൺ. നമ്മളങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. കുറച്ച് കാഷ്യൂവിൻ്റെ ഒക്കെ കുറവുണ്ട്, കുഴപ്പമില്ല. ഇവളുടെ മുഖത്തടിച്ചാലും നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ല കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആണോ? നിനക്ക് അങ്ങോട്ട് അടിക്കണ്ടോ? നീ ഇവിടെ വന്നു. അടിപൊളി, നല്ല മണം വന്നിട്ട് അടിയുന്നു. നല്ല മണം. നമ്മൾ റൈസ് മാറ്റിയിട്ട് നമ്മൾ സാധാരണ മട്ടണോ ചിക്കനോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മിട്ടതിന് ശേഷം അരി എടുത്ത് മാറ്റി വെക്കും, മസാല എടുത്ത് മാറ്റും. എന്നിട്ട് കുറച്ച് അരി എടുത്ത് നമ്മുടെ ഈ ഒരു ദമ്മിട്ട പാത്രത്തിലോട്ടിട്ട് നല്ലോണം മസാലയായിട്ട് മിക്സ് ചെയ്തെടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്ലേറ്റിൽ വിളമ്പുക. പക്ഷേ ചെമ്മീൻ ബിരിയാണി ആകുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കുഴഞ്ഞ് കിടക്കുന്നല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പാം. ഇനി നമുക്ക് വിളമ്പാം. റോസിനാട്ടോ. താങ്ക് യു. ജസ്റ്റ് പിടിച്ച് തുടങ്ങിയിരുന്നു കേട്ടോ. ചെമ്മീൻ അടിയിൽ വെക്കായിരുന്നു, അങ്ങനെയാണെങ്കിലല്ലേ അത് ചെയ്യുമ്പോ ശരിക്കും. ചുമ്മാട്ടോ, ഞാൻ എൻ്റെ ലൈഫിൽ ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു തുടങ്ങിയത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. കാരണം വിഷ്ണുവിന് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് അറിഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ചൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊപ്പം അതിങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നുമല്ലോ. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഭയങ്കര ഒരു കുക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് അറിഞ്ഞിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന പോലത്തെ ഒരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ളൊരു മെനു ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അമ്മ ഉണ്ടാക്കും, നമ്മളെല്ലാവരും 3-4 നേരം ഭക്ഷണം കഴിക്കും. ആരും അത്ര വലിയ ഭക്ഷണപ്രേമികളൊന്നും ആയിരുന്നില്ല. ഇടയ്ക്ക് റെസ്റ്റോറൻറ്റ്സിൽ പോവും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഈ റോസ്, ഗീതു, വിഷ്ണു, ഷെറീർ, ഇവർക്കൊക്കെ ഭക്ഷണം ഞാനൊക്കെ കാണുന്നതിനേക്കാളും എത്രയോ ലെവൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമില്ലേ, അങ്ങനെയാണ്. അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്കും കൂടുതൽ ഫുഡിനോട് ഒരു താല്പര്യവും ടേസ്റ്റും ഉണ്ടാക്കാനുള്ള താല്പര്യവും ഒക്കെ വന്നു തുടങ്ങിയത്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഫുഡി റോസ് തന്നെയാണ് കേട്ടോ. ഫുഡി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കൽ മാത്രമല്ലല്ലോ, എല്ലാ ഭക്ഷണവും ട്രൈ ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ്സും ഉണ്ട് റോസിന്. ഏത് മീറ്റ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇപ്പം തന്നെ ആ പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്തെടുത്ത് കഴിക്കാൻ പോകുമ്പോഴുള്ള മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കണ്ടോ. ഇത്രയും ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ബിരിയാണീനെ പറ്റി നല്ല അടിപൊളി അഭിപ്രായമാണ് റോസ് പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ അരി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വേവായിരുന്നു കേട്ടോ. ഒരു പൊടിക്ക് അരിയുടെ വേവ് കുറവായിരുന്നു. ഞാൻ ഈ ബിരിയാണി വിളമ്പെന്ന് കാണുമ്പോൾ എനിക്ക് ബിരിയാണിൻ്റെ അടുത്ത് എന്തോ കാര്യമായിട്ടൊരു ദേഷ്യമുള്ളതുപോലെ തോന്നുന്നില്ലേ. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അതായത് ഇപ്പം ഞാൻ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ മുഖം ഒട്ടും പ്ലസൻ്റ് അല്ല എന്നുള്ളത് ചില വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര കലിപ്പായിട്ടുള്ളൊരു മുഖം പോലെ. അതേപോലെ തന്നെ ഞാനിപ്പോൾ പുറത്തൊക്കെ നടക്കുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ എന്നെ ഒരാൾക്ക് കണ്ടാൽ ഒട്ടും അപ്രോച്ചബിൾ അല്ലാത്ത ഭയങ്കര കലിപ്പത്തിയായിട്ട് തോന്നുന്നുള്ളത് ഗീതു എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ. എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മുഖമൊക്കെ ബേസിക്കലി കുറച്ച് സീരിയസ് ആയിട്ടുള്ള മുഖമാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി കാണാൻ? നമുക്കിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ട്, മുട്ടയുണ്ട്, പിന്നെ സാലഡ് ഉണ്ട്, കച്ചമ്പറുണ്ട്, ഡേറ്റ്സും ലെമണും കൂടെയുള്ള പിക്കിളും ഉണ്ട്. ഓഫ്, അടിപൊളി. വിഷ്ണുവും ഷെറീറും ദേ എത്തിയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു തുടങ്ങാം കേട്ടോ. പ്രസന്റേഷൻ 10 out of 10. റോസി കാണിച്ചോ?
നീ കഴിച്ചില്ലേ? സ്ഥിരമുള്ള മറ്റേ സായി ബാവ എന്തെങ്കിലും എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ ചോറാണെങ്കിൽ ഒരു പൊടി കൂടെ വേണം. ചോറിന്റെ വേവ്. റോസും ഇനി ഇറങ്ങുകയാണ്. അവരൊന്ന് പോയി ഒരു ബൈ ബൈ പറഞ്ഞതിന് ശേഷം ഞാൻ കഴിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. റോസ് ഇവിടുന്ന് നേരെ ജോലിക്ക് പോണ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഭയങ്കര ക്ഷീണം വരുന്നു. കാരണം നമുക്ക് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഉറക്കം വരാനുണ്ടല്ലോ. റൈസ് വേണമെങ്കിൽ പിടിക്കുമ്പോഴും കുറച്ചും കൂടെ നാവായിരുന്നു അല്ലേ? പക്ഷെ വലുതായിട്ടില്ല. നല്ല ഫ്ലേവർ അല്ലേ ബിരിയാണി? ഇഷ്ടായിട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീന്റെ ഫ്ലേവർ ഫുൾ ഇറങ്ങിയിട്ടുണ്ട്. റൈസിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവരും ഇറങ്ങുകയായി കേട്ടോ. അൻഷിഫി ഷെറീറും അടുത്ത ആഴ്ച നോർവേയിലോട്ട് ട്രിപ്പ് പോകുന്നുണ്ട്. അതിന്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നമ്മൾ രണ്ടുപേരും അതിന് ശേഷം ഒരു 2 മണിക്കൂർ സുഖമായി കിടന്നുറങ്ങി. ബ്ലൈൻഡ് കർട്ടൻസ് ആവുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും വെളിച്ചകത്ത് വരില്ല. അപ്പൊ സുഖമായി കിടന്നുറങ്ങാം. വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് പറയേണ്ട അവസ്ഥയാണോ? ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 6:37 ഒക്കെ സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 7:30 നമ്മൾ വാർഡ്രോബിന്റെ പരിപാടി തുടങ്ങുന്നതായിരുന്നു പ്ലാൻ. വിനിക്കൊക്കെ ഉച്ചയാകുമ്പോഴേക്ക് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നേരത്തെ വരാമെന്ന്. അപ്പോൾ 7 മണിക്ക് അവരെത്താമെന്നായിരുന്നു പ്ലാൻ. അതുകൊണ്ട് ഞാനും വിഷ്ണു ഇന്നലെ കിടക്കാൻ കുറച്ച് ലേറ്റായി. ഇന്ന് നേരത്തെ എണീക്കും കൂടെ ചെയ്തപ്പോഴേക്ക് കുറച്ച് നേരം റെസ്റ്റ് ആവശ്യമാണ് എന്ന് തോന്നി. ഇപ്പം ഏകദേശം 2 മണിക്കൂർ കിടന്നുറങ്ങി. ഇപ്പം എണീറ്റപ്പോഴേക്ക് സമയം 7:30 ആയിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടും പുറത്ത്. നല്ല വെതറുമാണ്. ഇപ്പം നടക്കാൻ പോയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു വെതർ കിട്ടിയിട്ടും അധികം പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയിട്ട് വരാം. പക്ഷെ അതിന് മുന്നേ വാർഡ്രോബ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതൊന്ന് കാണിച്ചതും കൂടെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാർഡ്രോബ്. ഇതൊരു എന്താ പറയുക, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ഡോറ് വരുന്നത്. ഇത് ഐക്യെന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഡോറ് ഞാനും അച്ചു ചേച്ചിയും പോയിട്ടായിരുന്നു നമ്മൾ ഐക്യത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർഡ്രോബ് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. അപ്പോൾ ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ഒരു ഡോറ് നെതർലൻഡ്സിൽ ആകെ 14 സ്റ്റോക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും അവർ ഡെലിവർ ചെയ്യാൻ പറ്റില്ല, ഡോറ് മാത്രം എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ സംഗതി അവർ ഡെലിവർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്നു. ഞാൻ വിഷ്ണുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഈവനിങ് തന്നെ അവർ പോയി പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു സെഞ്ചേട്ടനും കൂടെ വണ്ടിയൊക്കെ റെൻറ്റിനെടുത്ത് അന്ന് ഈവനിങ് പോയിട്ട് ഈ ഒരു ഡോറ് പിക്ക് ചെയ്ത് വന്നതാണ്. പിന്നെ പിക്ക് ചെയ്യുമ്പോൾ ഡോറ് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ സംഗതി അവർ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പകുതി ഡെലിവറി ചെയ്യിക്കുന്നതും പിന്നെ പകുതി പിക്ക് ചെയ്യുന്നതിലും വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ വാർഡ്രോബിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തെടുത്തു. ഇവിടെ ഒരു 1 മീറ്ററിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്. നടുവിൽ നമുക്ക് ടോയ്സ് ഒക്കെ ഇടാൻ പറ്റുന്ന, ഒപ്പം ഇരിക്കാനും പറ്റുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് പുള്ളി ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ ഇതേപോലത്തെ ഒരു സ്പേസ് വരുന്നുണ്ട് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അകം ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിൽ വലിയ കാര്യമില്ല, കാരണം ഐക്യയുടെ നമ്മുടെ യൂണിറ്റാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റി മറക്കാം. ഇപ്പോഴത്തെ ഒരാവശ്യം അനുസരിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തത്. ഇവിടെ നമുക്ക് ഷൂ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രോ ആണ്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രോസ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സൈഡും. ഈ ഒരു സൈഡിൽ നമ്മളൊരു റെയിലിംഗ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കാരണം ഇപ്പോൾ ക്ലോത്ത്സ് ഒക്കെ ആകുമ്പോൾ അവരുടെ ക്ലോത്ത്സ് ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് 2 ഇനീഷ്യലൊക്കെ തൂക്കി വരാൻ കുറച്ച് കഴിയുമ്പോൾ അത് ഊരി വെച്ചാൽ മതിയല്ലോ. പിന്നെ മറ്റൊരു സൈഡിൽ നിന്നാണ് നമ്മൾ വെക്കാഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും വരുമ്പോൾ അവരുടെ ക്ലോത്ത്സ് മുഴുവൻ വെക്കാൻ നല്ലത് കുറച്ച് ഹൈറ്റ് ഉള്ളതായിരിക്കുമല്ലോ. അതുകൊണ്ട് തൽക്കാലം അമ്മയ്ക്കും അച്ഛനും ഈ റൂം മുഴുവൻ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇതിലൊന്നും വെക്കാൻ മാത്രമൊന്നും നമ്മുടെ ഇല്ല. അപ്പുറത്തെ റൂമിലേക്കുള്ള ചെറിയൊരു ഡയപ്പർ സ്റ്റേഷൻ പോലത്തെ ഒരു സംഗതിയിൽ വെക്കാൻ മാത്രമുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടി വരുമായിരുന്നോ? ഈ റോസ് പൂത്തു, കണ്ടോ? വെയിറ്റ് കാരണമായിരിക്കും. ഒന്ന് കെട്ടണം. പിന്നെ നല്ല ചെറിയ കാറ്റും ഉണ്ടായിരുന്നില്ലേ? എന്താ കെട്ടാൻ പറ്റായ? ഇപ്പൊ കെട്ടുക? ഇത് ചൂടുണ്ടായിരുന്നെങ്കിലും സൺസെറ്റ് നേരത്തെയാണല്ലോ. കഴിഞ്ഞൊരു 1-2 കൊല്ലമായിട്ട് വിഷ്ണുവിൻ്റെ ഞാൻ കാണാൻ തുടങ്ങിയ വലിയൊരു ചേഞ്ചാണ് വിഷ്ണു ഗാർഡനിൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അതായത് കുറച്ചൊക്കെ പുല്ല് പറിക്കുക, ചെടി കെട്ടുക, അതേപോലെ ഓരോരോ മരങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ഗവേഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
ഈ സമ്മറിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ ഗാർഡൻ റിനോവേഷൻ. അപ്പോൾ ഇവിടുത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക, പ്രോപ്പറായിട്ട് ഫെൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇത്തവണ അതിനേക്കാളും പ്രയോറിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് ഈ ഗാർഡൻ റിനോവേഷൻ അടുത്ത വർഷത്തോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് ചെടികളില്ലേ ഇവിടെ, ഇവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ടൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അങ്ങനത്തെ ഒരു ചേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട്. വിഷ്ണുവിനൊരു സംശയം, എന്തിനാണ് റോസിന് മുള്ളു? നല്ല ഭംഗിയുള്ള പൂവാവുകൊണ്ട് ആരും പറിക്കാതിരിക്കാൻ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആണെന്നാണ് വിഷ്ണു കണ്ടുപിടിച്ചത്. ആയിരിക്കും ചിലപ്പോൾ. പുല്ലൊക്കെ ഒന്ന് പറിക്കണ്ടോ? കഴിഞ്ഞ കൊല്ലം നമുക്കിവിടെ ഇഷ്ടം പോലെ ആപ്പിൾ ഉണ്ടായിരുന്നേ, പക്ഷെ ഒന്നുപോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം ഈ ആപ്പിളിൻ്റെ മുകളിലും ലീവ്സിൻ്റെ മുകളിലും ഒക്കെ ഒരു യെല്ലോ ഡോട്ട് വരുന്ന രീതിയിലൊരു അസുഖം വന്നു കേട്ടോ അതിന്. അപ്പോൾ ആപ്പിൾ റസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരു ആപ്പിൾ പോലും ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് കായ്ച്ചു വരുമ്പോഴേക്ക് ഇഷ്ടം പോലെ പക്ഷികൾ വന്ന് ഇതൊക്കെ കൊത്തി തിന്നേ. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ തവണയും അധികമൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെയറും. ഇത്തവണ ചെറിയൊരു വല ഇട്ടിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു മാസം കൂടെ കഴിയുമ്പോഴേക്ക് അച്ഛൻ വരുമല്ലോ, അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അച്ഛൻ ഈ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായത് കാരണം നമ്മുടെ ഗാർഡൻ്റെ ലുക്ക് അച്ഛൻ വന്നാൽ ചെറുതായിട്ടൊന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കൊല്ലം വിഷ്ണുവിൻ്റെ പേരൻസ് വന്നപ്പോഴും ഇതേപോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ഗാർഡൻ. കാരണം അച്ഛൻ ഇഷ്ടം പോലെ സമയം ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാത്രി ചെറുതായിട്ട് മഴ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെയേഴ്സൊക്കെ ഒന്ന് അടച്ചു മൂടി വെക്കാം. എനിക്ക് പൊട്ട് വെച്ചപ്പോൾ നല്ല അമ്മയുടെ ചായ അല്ലേ നമുക്ക് മുടി ഇങ്ങനെ കിട്ടിയപ്പോൾ. മെയിനായിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ കൊണ്ട് കളഞ്ഞെങ്കിലും കുറേ കച്ചറ വേസ്റ്റ് കിടക്കുന്നുണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് ഒരു അരമണിക്കൂർ എടുത്ത് ചെറുതായിട്ടൊന്ന് ഒതുക്കാം കേട്ടോ. ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഐക്യ പോയപ്പോൾ എനിക്ക് മൈൻഡിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ഡോർ ഏതെങ്കിലും വെക്കാം. കാരണം കിഡ്സ് റൂം ആണല്ലോ. അപ്പോൾ 2 ഡോർ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നൊരു പിസ്താഷ്യോ ഗ്രീനും പിന്നെ ഈ ഒരു കളറും. പക്ഷേ എനിക്ക് ഈ ഗ്രീനിനോട് കുറച്ചൊരു താല്പര്യം കൂടുതലുള്ളത് കാരണം നമ്മൾ പിസ്താഷ്യോ ഗ്രീൻ എടുക്കാമെന്ന് വിചാരിച്ച ഡിസൈൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ അത് വെച്ച് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഈ ഒരു ഡോറ്. ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലസൻറ്റ് ഫീൽ ആയിരിക്കും റൂമിന് ഉണ്ടായിരിക്കുകയെന്ന്. അതേപോലെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഡോറിൻ്റെ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇവിടുത്തെ കേർട്ടനും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഇത് സൺസെറ്റ് ആയിട്ടേ ഉള്ളൂ. മറ്റേ എന്താ പറയുക, കാർമേഘങ്ങളുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഇരുട്ടായിരിക്കും തോന്നിയതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല കുക്കിംഗ് ഒക്കെ ഉണ്ടായതല്ലേ, അപ്പം ഇനി രാത്രി കുക്ക് ചെയ്യാൻ വയ്യ. കാറ് ചാർജ് ചെയ്യാൻ ഇട്ടിക്കുക അവിടെ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പോവാം. ഇത് നോക്കിയത് റോസ്. കഴിഞ്ഞ ഒരു മാസം എന്തൊരു തിരക്കുള്ളൊരു മാസമായിരുന്നു എന്നറിയോ. പക്ഷെ നല്ല രസമുള്ള തിരക്കായിരുന്നു, നല്ല പ്രൊഡക്റ്റീവായിരുന്നു. ക്രാംസ്വോഗ് തന്ന ലിസ്റ്റിലുള്ള കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് കുറച്ച് ഫേർണിച്ചേഴ്സും പെയിൻറ്റിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഡേ കെയർ രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇവിടെ കുട്ടിക്ക് ഏകദേശം 1 വയസ്സാകുമ്പോൾ നമുക്ക് ഡേ കെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അത് 1 ഒക്കെ ആകുമ്പോൾ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. എനിക്ക് 1 കഴിയുമ്പോൾ എനിക്ക് ഡേ കെയറിൽ വിടണമെന്നുണ്ട് കുറച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ. കാരണം ഡച്ച് ഇവർ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമുക്കും അറിയില്ല. അപ്പോൾ അവർ പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് സോഷ്യലൈസിങ് പരിപാടിയൊക്കെ ഡേ കെയറിൽ പോകുമ്പോൾ കുറച്ച് നന്നായി നടക്കും. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് പിള്ളേർക്കൊക്കെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതൊക്കെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തെ കാര്യമായിട്ടുള്ള പരിപാടികൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരു 11-12 മണി വരെയൊക്കെ ഓപ്പൺ ആയിരിക്കില്ലേ, അത് നല്ല തിരക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അവർ ലാസ്റ്റ് ഓർഡർ എടുക്കുക 9:30-ക്കാണ്. കാരണം 10 മണിക്ക് ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റ്സും ക്ലോസ് ചെയ്യും. ഇന്ന് നമ്മൾ ജസ്റ്റ് ഓൺ ടൈമാണ്. ഞാൻ അവരെ വിളിച്ച് നമ്മൾ കൃത്യം 9:30-ക്ക് എത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് ഇവിടെ എത്തി. ഞാനൊരു പൂരി ബാജിയും വിഷ്ണു ഒരു മസാല ദോശ വട ഇങ്ങനത്തെ എന്തോ ഒരു സംഗതിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അമ്മുച്ചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. സാറ്റർഡേ നൈറ്റ് ആയത് കാരണം പിള്ളേർക്കെല്ലാം ഇന്ന് ഗെയിമിംഗ് നൈറ്റാണ്. ആ പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. വിചാരിച്ച കുറേ കാര്യങ്ങൾ ചെയ്തു. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി, ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.